السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين وعلى آله وصحبه أجمعين. الصلاة والسلام على سيدنا ومولانا وشفيعنا محمد نبي الأمي نبي الرحمة وعلى آله وصحبه أجمعين. اللهم صل وسلم وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله مولانا العلي العظيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلموا أمة سيدنا محمد. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മഹല്ല് പ്രസിഡന്റ്, സ്വാഗത ഭാഷണം നടത്തിയ മഹല്ല് സെക്രട്ടറി, ഇവിടെ ഇരിക്കുന്ന സദർ ഉസ്താദ് അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരായ ഉസ്താദുമാർ, നൂറുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട കാരണവന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഹുബ്ബിന്റെ ഭാഗമായി നാം സംഘടിപ്പിച്ച ഈ മജ്ലിസ്, ഇന്നലെയും ഇന്നുമായി സംഘടിപ്പിച്ച മജ്ലിസ്, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയും അവിടുത്തെ അപദാനങ്ങൾ പാടിയും പറഞ്ഞും
ആ മുത്തനബിയെ പുകഴ്ത്തി പറയുമ്പോൾ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമാണുള്ളത്. ആ ഹബീബായ നബിയെ നമുക്ക് കാണണം. ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് നാളെ മഹ്ശറയിൽ ശഫാഅത്തിലൂടെ നമുക്ക് രക്ഷയായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് കാണാനും നാളെ പരലോകത്ത് ശഫാഅത്തിൽ ഉൾപ്പെടാനും നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നേരത്തെ മഹല്ല് സെക്രട്ടറി ഇവിടെ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സായ ആള് കിളവൻ, പല്ലില്ലാത്ത കിളവൻ എന്ന് പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിരിയൊക്കെ വരും. എന്താണ് ചിരിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ചിലപ്പോ 65 വയസ്സുള്ള ആള് ഇവിടെ ഉള്ള ആളുകൾ വന്നിട്ടൊരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ പാടിക്കോട്ടെ, എന്താ കുഴപ്പം? പാടാൻ എല്ലാവർക്കും വയ്ക്കുന്നില്ല, വയ്ക്കുന്നത് പോലെ പാടാം, അല്ല അങ്ങനെയല്ലേ? ആ എരഞ്ഞോളി മൂസാക്കൊക്കെ നല്ല പാട്ട് പാടിയത് എത്ര വയസ്സായിരുന്നു? അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ. സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടെ. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ. കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ. നമ്മളൊക്കെ ഒരുപാട് കേട്ട ഒരു പാട്ട്. എത്ര വയസ്സായി? ഞാനിത് ഒരു ഉദാഹരണത്തിന് പാടിയതാണ്. എനിക്ക് കഴിയണില്ല പാടാനും. അത്രയും പ്രയാസമുള്ള ഒരു പാട്ടാണ്. ഗായകന്മാർക്ക് അറിയാം അത് വളരെ പ്രയാസമാണ്. എന്നാൽ ആ ഗാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് മനസ്സിലേക്ക് വരുന്നത്. എത്ര വയസ്സായി? 75, 80, 90 വയസ്സായിട്ടാണ് ഈ പാട്ട് പാടുന്നത്. വെറുതെ പാടില്ലല്ലോ. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം എന്നും ഞാൻ ഖൽബിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെന്റെ ഖൽബിൽ കണ്ടു. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു.
ഈ 2 പാട്ട് പാടിയത് നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. വയസ്സായി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യരുത്, ഇവിടെ വരാതിരിക്കരുത്, പാടാതിരിക്കരുത്. വയസ്സായ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് പാടാം. നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു നൊസ്റ്റാൾജിയ, നമ്മുടെ പൂർവ്വകാലത്തിലേക്ക്, നമ്മുടെ ബാല്യകാലത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയി. നിങ്ങളെ ഹബീബായ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. അല്ലാഹുവിന്റെ റസൂലിനെ പറയുക, അവിടത്തെ പറ്റി പാടുക, അവിടുത്തെ മദ്ഹ് പറയുക, പാടുക എന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റൂഹുൽ ലിഅൻഫുസിനാ, അവന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്നതാണ്, വിഷമിക്കുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനമുണ്ടാക്കുന്നതാണ്, മനസ്സിലെ പ്രയാസങ്ങൾ അകറ്റുന്നതാണ്. മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് രക്ഷകനായി വരുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്ദി ചെയ്യുക, അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റുക, അവിടുത്തെ വാക്കുകൾ അനുസരിക്കുക, അവിടുത്തെ പ്രവൃത്തികൾ അംഗീകരിക്കുക, കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ അത് പകർത്തുക. ഈ നന്ദി പ്രകടനം അത് ഈ സമുദായത്തിന്റെ മേലിൽ നിർബന്ധ ബാധ്യതയാണ്, അതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ മുത്തുനബി തങ്ങൾ നമ്മളെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം. അതിലൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാം ഖലീഫയായ അവിടുത്തെ ഹബീബായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അലാ തഹ്ഖീഖ് ഖാതിലിൽ സിന്ദീഖ് الملقب بالعتيق أمير المؤمنين أبو بكر الصديق الذي قال في فضله رسول الله صلى الله عليه وسلم أول من آمن به أبو بكر وأول من صدقني أبو بكر وأول من زوجني أبو بكر وأول من يحشر معي يوم القيامة أبو بكر. ഈ ഉമ്മത്തിൽ അംബിയ മുർസലീങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ ഏറ്റവും കൂടുതലുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്താണ് കാരണം? മുത്തുനബി അല്ലാതെ വേറെ ചിന്തയില്ല. എവിടെ പോയാലും എന്ത് ചെയ്താലും മനസ്സിൽ ഹബീബിനോടുള്ള പ്രണയമാണ്, ഹബീബിനോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് തന്റെ സമ്പത്ത് മുഴുവനും മുത്തുനബിക്ക് വേണ്ടി ദാനം ചെയ്തത്. തന്റെ ചെറിയ മകളെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ചെറുപ്പം മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് പോലെ മുത്തുനബി തങ്ങൾ തിരിച്ചും ഇഷ്ടപ്പെട്ട ആളായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ഇസ്ലാമിക പ്രബോധന പ്രാരംഭഘട്ടത്തില് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. ഒരു ദിവസം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഖുറൈശിയിലെ പ്രമുഖർ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്. അവസാനം രക്തം
തലയിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് ബോധരഹിതനായിട്ട് തളർന്നു വീഴുകയാണ്. എല്ലാവരും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ രാവിലെ ബോധരഹിതരായിട്ട് ബോധം തിരിച്ചു വരുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരത്ത് ബോധം വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങൾ അതാ വെള്ളം കൊടുക്കുകയാണ്. ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, മോനെ കുടിക്ക്, മോനെ വെള്ളം കുടിക്ക്. സന്തോഷത്തോടെ ഉമ്മയും കുടുംബങ്ങളും പറഞ്ഞപ്പോ ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ മറുപടി, ഹബീബിങ്ങളെ ചിന്തിക്കണേ, മുഅ്മിനീങ്ങളെ, കുടിക്കൂല്ല, വെള്ളം വേണ്ട ഉമ്മ. കുടുംബക്കാർ ഒരുപാട് നിർബന്ധിച്ചു ഭക്ഷണം കഴിക്കാൻ. വേണ്ട ഉമ്മ, വേണ്ട വേണ്ട, എനിക്കെന്റെ ഹബീബിനെ കാണണേ. എന്റെ മുത്തുനബിയെ കാണാതെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കൂല. എന്റെ മുത്തുനബിയെ കാണാതെ ഞാൻ ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഞാൻ കഴിക്കുകയില്ല. അവസാനം വാശി പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം മുത്തുനബിന്റെ ഹളറത്തിൽ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങേക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സിദ്ദീഖിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അങ്ങേക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നബിയെ. ആ പൊന്നാര നബിയെ, ആ ഹബീബായ നബിയെ, റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുസ് സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഖുറബാഇ വൽ മസാകീൻ. ഈ ഉമ്മത്തിന് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുമ്പോഴും വഫാത്തിന്റെ സമയത്തും നാളെ മഹ്ശറിലും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കാൻ ഒരു നേതാവുണ്ടെങ്കിൽ അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം സിറാത്ത് പാലത്തിന്റെ അടുക്കൽ കാത്തു നിൽക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ ഉമ്മത്തീങ്ങൾ നരകത്തിൽ വീഴരുതേ, എൻ്റെ ഉമ്മത്തീങ്ങൾ സിറാത്ത് കടന്നു പോകണം, അതിനുവേണ്ടി അവരെ കൈപിടിച്ച് സിറാത്ത് കടത്താൻ കാത്തു നിൽക്കുന്ന നേതാവിന്റെ പേരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറണേ. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി വഅന ഖിയാറുക്കും ലി അഹ്ലി. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ ഭർത്താവിനോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണേ. അവർക്ക് നന്മകൾ മാത്രം ചെയ്യണേ. കാരണം വഅന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ അഹ്ലിനോട്, വഅന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണെന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സ്നേഹിക്കണം. ഏതുവരെ സ്നേഹിക്കണം? ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി. ഒരു മനുഷ്യൻ തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത്, തനിക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മക്കളെ സ്നേഹിക്കണേ. മക്കൾക്ക് നിങ്ങൾ ചുംബനം കൊടുക്കണേ. അവരെ നിങ്ങൾ താലോലിച്ച് ചെറുപ്പത്തിൽ അവരെ സ്നേഹത്തോടെ എല്ലാ പരിരക്ഷകളും കൊടുത്ത് വളർത്തണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന വകാഫിറുൽ യതീമി ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമാണ് സ്വർഗ്ഗത്തിൽ നിന്ന് രണ്ട് വിരലിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഇപ്രകാരമായിരിക്കും. യതീമിനെ സംരക്ഷിക്കുന്നവൻ, അനാഥക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, അനാഥ മക്കളെ ചേർത്ത് പിടിക്കുന്നവർ ഇപ്രകാരം എന്റെ കൂടെ സ്വർഗ്ഗത്തിലായിരിക്കും എന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് ഒരു ജോലിക്കാരനെ ജോലിക്ക് വിളിച്ചാൽ അവന്റെ
അവന്റെ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് അവന്റെ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്തവനേക്കാൾ വെളുത്തവന് സ്ഥാനമില്ല, വെളുത്തവനേക്കാൾ കറുത്തവന് സ്ഥാനമില്ല. ഇസ്ലാമിൽ സ്ഥാനം അവന്റെ ഹൃദയത്തിലെ തത്വം അനുസരിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ രൂപത്തിലേക്കല്ല, നിങ്ങളുടെ പാവത്തിലേക്കല്ല, നിങ്ങളുടെ തറവാട്ടിലേക്കല്ല, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കല്ല, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധ ഹൃദയമുള്ളവരായിക്കണേ, നിങ്ങളുടെ ഹൃദയം നന്നാക്കണേ എന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആ സ്നേഹം അങ്ങോട്ടുള്ളത് പോലെ ഒരു മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ ഓർമ്മ വന്നതിനെ പറഞ്ഞതാണ്. ഞാൻ നോക്കി പ്രിപ്പയർഡ് വന്നതല്ല, മനസ്സിൽ ഓർമ്മ വന്നത് പറഞ്ഞത്. അതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ട് പഠിപ്പിച്ചു. ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് വരെ ശാസ്ത്രം ഒരു കാര്യം കണ്ടുപിടിച്ചാൽ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞിട്ടുണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മക്കളെ ആ ഹുബ്ബിന്റെ ഭാഗമാണ്. ആ ഹുബ്ബിന്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അച്ചടക്കത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ പല്ലില്ലാത്ത കളവന്മാർ വന്ന് പാടും, ആർക്കുള്ളത് എനിക്കറിയില്ല, വന്ന് പാടുമ്പോൾ നമ്മൾ ചിരിയൊക്കെ ഉണ്ടാവും. അത് രസത്തിന്, അതല്ല, അത് പരിഹസിക്കുക, അതൊന്നും ഉണ്ടാവില്ല. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും ഹുബ്ബ് പറയട്ടെ, എല്ലാവരും പറയട്ടെ. قال أردت أن يحمده من على الغبراء. മങ്കൂസ് മൗലിദ് ഇങ്ങനെ ഓതി പോരുമ്പോ ഖുറൈശികൾക്ക് മുത്തനബി തങ്ങൾ ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് എന്നവർ ആടിനറുത്ത് കൊണ്ട് സൽക്കരിക്കുകയാണ്. അങ്ങനെ സൽക്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, മാ സമ്മൈത ബിനക്, എന്താണ് നിന്റെ മോനെ പേര് വെച്ചത്? സമ്മൈതുഹു മുഹമ്മദാ, മുഹമ്മദ് എന്നാണ് പേര് വെച്ചത്. ഫഖാലു ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബാഇക, മുഹമ്മദ് എന്നാണ് പേര് വെച്ച അബ്ദുൽ മുത്തലിബേ, നിന്റെ ഉപ്പമാര്, നിന്റെ പിതാക്കന്മാര്, നിന്റെ പൂർവസൂരികളായ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരൊന്നും ഇടാത്തൊരു പേരാണോ നീ ഇടുന്നത്? ഈ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടതിനെ സംബന്ധിച്ച് അബ്ദുൽ മുത്തലിബ് എന്ന പ്രിയപ്പെട്ട വല്ലിപ്പ പറഞ്ഞത്, ഖാല അറത്തു അൻ യഹ്മിദഹു മൻ അലൽ ഗബ്റാ. ഈ ലോകത്ത് വരാനിരിക്കുന്നവരും ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം മനുഷ്യർ, ജിന്നടക്കമുള്ള എല്ലാ വസ്തുക്കളും എന്റെ മോനെ പുകഴ്ത്തി പറയണം, അതാണ് മുഹമ്മദ്. എന്റെ മോന്റെ മധുരി പറയണം, അതാണ് മുഹമ്മദ്. മുഹമ്മദ് എല്ലാവരും പുകഴ്ത്തുന്നവൻ, മുഹമ്മദ് എല്ലാവരും സ്തുതിക്കപ്പെടുന്നവർ, അതാണ് എല്ലാവരും ആ മധുരി പറയണം. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഓതിയിട്ട് സമ്മൈതുഹു മുഹമ്മദാ. അല്ലാഹു ആദ്യമായിട്ട് മുത്തുനബിയുടെ നൂറിനെ, ആ പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോ അതിന് അല്ലാഹ് വെച്ച പേരാണ് മുഹമ്മദ്. മുഹമ്മദ് എന്നുള്ള പേരുള്ള വീട്ടിൽ പേരും ബർക്കത്തുണ്ടെന്നാണ്. ഞാനിപ്പോ ഒന്നും വിശദീകരിക്കില്ല. ഒരു ടേബിളിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ ഭക്ഷണം കഴിക്കാണെങ്കിൽ ആ ഭക്ഷണത്തിൽ പോലും ബറക്കത്തുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഇനി എന്താ നമുക്ക് വേണ്ടത്? അപ്പൊ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം, ആ മുത്തുനബിയെ കാണണം, ആ സ്നേഹം നമുക്ക് ഉണ്ടാവണം. നമുക്ക് രക്ഷയാകുന്നത് ഹബീബായ റസൂലുള്ളാഹി. നമ്മളെ അമലുകൾ എടുത്തൊക്കെ, നിസ്കാരം, നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ എടുത്തൊക്കെ എത്ര ഇഖ്ലാസാണ് നമുക്കുള്ളത്. എനിക്കടക്കം എല്ലാവർക്കും അറിയാം. വളരെ പെട്ടെന്നൊക്കെ നിസ്കാരമൊക്കെ, നമ്മളൊക്കെ നിസ്കാരം 1 മിനിറ്റ് കൊണ്ട് കഴിയും. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാതെ സുന്നത്ത് നിസ്കരിക്കും 1.5 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് ഉണ്ടാക്കുക. കാരണം സുബ്ഹാന റബ്ബിയല്ലാതെ ഉണ്ടാവില്ല, റുക്കൂക്കാണ് പോകും, കടക്കീര കൂത്തന്റെ പോലെ പോകും വരും കഴിഞ്ഞു.
ഇങ്ങനെ നമ്മൾ നിസ്കരിക്കണം. അപ്പൊ നമ്മളെ നിസ്കാരം അപ്പൊ നമുക്ക് രക്ഷയായിട്ട് വരുന്നത് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലിക്കോളി, സുന്നത്തുകൾ എടുത്തോളി. സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ചരിത്രങ്ങൾ കുറെ ഉണ്ട്, ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുക. എനിക്ക് വലിയ സന്തോഷം നമ്മളെ യുവാക്കളെ സംബന്ധിച്ച്. ഒന്നാമത് ഈ മഹല്ല് എന്ന് പറയുമ്പോൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന, എന്ത് ചോദിച്ചാലും ചെയ്യുന്ന ആളുകളാണ്. പ്രാവശ്യം നമ്മളെ യുവാക്കൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് രംഗപ്രവേശനം ചെയ്തു. അവർ ദഫായിട്ടു. പിന്നെ മനുഷ്യന്മാരാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് ഊതിപ്പെരിപ്പിക്കാതെ അത് ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ നമുക്ക് ശരിയാക്കാം. അതൊക്കെ നമുക്ക് ശരിയായിട്ട് റാഹത്തോടെ ചെയ്യാം എന്നൊരു മനോഭാവം നമുക്ക് വേണം. അല്ല നമ്മൾ എന്ത് ചെയ്യും, അപ്പം നിരുത്സാഹപ്പെടുത്താം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഇനിയിപ്പോ ഇവിടെ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ പാടുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് കുരണ്ടാവും, ചുമ ഉണ്ടാവും, ചില ആളുകൾക്ക് ശ്വാസം ഉണ്ടാവില്ല, പാടുമ്പോ ഇങ്ങനെ ഉച്ചരും. അപ്പൊ ഇവിടെ നമ്മൾ ചിരിക്കല്ല. അപ്പൊ അവരെന്താണ് അവതരിപ്പിക്കുന്നത് അത് കാണാം. ഇത്തരമുള്ള കൂടുതൽ ലക്ഷ്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ യുവാക്കൾ, നേരത്തെ മാഷ് പറഞ്ഞ പ്രവാസി സഹോദരങ്ങൾ, ഞാൻ അവരൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദിനെ കേൾക്കുന്നതാണ്, സലാം പറഞ്ഞ് കഴിയുമ്പോഴാണ് ചില ആളുകളൊക്കെ. അധികവും 90% ഞാൻ കാണാത്തവരാണ്. പക്ഷെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ നമുക്ക് ഭാര്യയും മക്കളും കുടുംബവും എന്തെങ്കിലും പറയാൻ ആളുകളുണ്ട്. പ്രവാസികൾക്ക് ആരുമില്ല. നാട്ടുകാരായ കുറച്ച് ആൾക്കാർ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, പരിധിയുണ്ട്. എന്ത് ചെയ്യാൻ? ഈ പ്രവാസികളായ ആളുകളെ ഭാര്യമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവരിങ്ങനെ കാശ് അയച്ചാലും 25,000-50,000 അയച്ചു തരും. അതിങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽസ് കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒരു ഉമ്മാന്റെ, ഒരു ഉപ്പാന്റെ, ഒരു ഭാര്യയുടെ, മക്കളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവാസി കരയുന്ന കണ്ണുനീര് കാണാതിരിക്കരുത്. നിങ്ങളാരും കണ്ണുനീരുണ്ടവർക്ക് മനസ്സിലുണ്ട് കണ്ണുനീര്. ഗൾഫിൽ നിന്ന് തന്റെ ഉമ്മയോടും ഉപ്പയോടും ഭാര്യയോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എത്ര പഴക്കമുള്ള പ്രവാസിയാണെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് വരും. അവർ കാണാതിരിക്കാൻ ശ്രദ്ധിക്കും, ചിരിച്ചിട്ട് ഇറങ്ങും. ചിരിച്ചിറങ്ങുകയാണെങ്കിലും കരയും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരയും, മനസ്സെങ്കിലും നീറിപ്പോകയും. പിന്നെ ആ എയർപോർട്ടിൽ പോയിട്ട് ആ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് സുഹൃത്തുക്കളെ കാണുന്ന റാണത്താവിലാണെന്ന് ഒരു സന്തോഷം മനസ്സിൽ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ എന്താണ്, അങ്ങനെ കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ. അങ്ങനെ കഷ്ടപ്പെട്ട പ്രവാസികൾ നമുക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് എത്ര കാശ തന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളുടെ ഈ മഹല്ലത്തിലെ പ്രവാസികളും അല്ലാത്ത യുവാക്കളും സ്നേഹനിധികളായ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ നമ്മുടെ ഈ പരിപാടി വളരെ ഉഷാറായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ റാലിയും ഉഷാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ തുടർന്ന് ഇതിനേക്കാൾ ഉഷാറായി നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാവപ്പെട്ട പ്രവാസികൾ റബ്ബേ, അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് പ്രവാസികളായ ആളുകളും നാട്ടുകാരൊക്കെ സംഭാവനകൾ 35,000 രൂപ വരെ ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വന്നവരുണ്ട്, കുറവുണ്ട്. അവർക്ക് ആവശ്യം മരണപ്പെട്ടു പോയ വാപ്പാക്കും മാക്കും തീർക്കണം ഉസ്താദെ. അതേപോലെ മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് തീർക്കണം, ഭർത്താവിന് തീർക്കണം. അല്ലാഹ്, ആ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. റബ്ബേ, ഈ മക്കൾ ചെയ്യുന്ന ഈ നന്മകളുടെ സവാബിനെ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കച്ചവടങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. വീട്ടിൽ കഷ്ടപ്പെടുന്ന ഉമ്മമാര്, സഹോദരിമാരൊക്കെ റബ്ബേ, അവർക്കൊക്കെ ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക.
ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ഉണ്ടാവും. എല്ലാ ആളുകളും പിന്നെ സഹകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.